തച്ചനാട്ടുകര പഞ്ചായത്തിലെ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക അഴിമതി നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് സിപിഐഎം ലോക്കൽ കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സിപിഐഎം പ്രവർത്തകർ ഓഫീസിലെത്തി പരാതി സമർപ്പിച്ചത്. കുടിവെള്ള വിതരണം അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നും അഴിമതി പുറത്തു കൊണ്ടുവരണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു. പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കുന്നതിനായി 12 ലക്ഷം രൂപയാണ് നീക്കിവച്ചിരുന്നത്. എന്നാൽ വെറും 30 ദിവസം കൊണ്ട് ഈ തുകയ്ക്കുള്ള മുഴുവൻ വെള്ളവും വിതരണം ചെയ്തു എന്നാണ് കരാറുകാരൻ പഞ്ചായത്ത് സെക്രട്ടറിയെ അറിയിച്ചിരിക്കുന്നത്. ഒരു ലോഡ് വെള്ളത്തിന് 1700 രൂപയ്ക്കാണ് കരാർ നൽകിയിട്ടുള്ളത്. ഈ കണക്കുപ്രകാരം 30 ദിവസം കൊണ്ട് 705 ലോഡ് വെള്ളം വിതരണം ചെയ്യേണ്ടതുണ്ട്. ആകെ തുകയിൽ ചെത്തല്ലൂർ പ്രദേശത്തേക്ക് മാത്രമായി 6 ലക്ഷം രൂപ നീക്കിവച്ചിരുന്നതിനാൽ ആ വാർഡ് ഇതിൽ ഉൾപ്പെടുന്നില്ല. ബാക്കി വരുന്ന 13 വാർഡുകളിലാണ് 705 ലോഡ് വെള്ളം വിതരണം ചെയ്തതായി കരാറുകാരൻ അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിൽ ഇടതുപക്ഷം പ്രതിനിധീകരിക്കുന്ന 6, 7, 11 വാർഡുകളിൽ ആകെ ലഭിച്ചത് വെറും 29 ലോഡ് വെള്ളം മാത്രമാണെന്ന് കൃത്യമായ കണക്കുകൾ നിരത്തി സിപിഐഎം പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. ബാക്കി വരുന്ന 10 വാർഡുകളിലാണ് 676 ലോഡ് വെള്ളം വിതരണം ചെയ്തതായി രേഖകൾ. അപ്പോൾ വെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ട് വരുന്ന പ്രദേശങ്ങളിലാണ്. ചെത്തല്ലൂരിൽ നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്ത് മാത്രമാണ് വെള്ളം അന്ന് കൊടുത്തത്. എന്താണ് പൈപ്പ് ലൈൻ പൊട്ടുണ്ട്. ഇപ്പൊ അവിടെ ഒരു പ്രയാസമല്ല. അപ്പൊ ചെത്തല്ലൂർ പ്രദേശത്തുള്ള ആൾക്കാരാണ് അവിടേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കാലങ്ങളായിട്ട് വെള്ളം സപ്ലൈ നടക്കുന്നുണ്ട്. അവിടെ വെള്ളം കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ഇത്രയും പ്രദേശത്തിനൊക്കെ നവാസ് പറഞ്ഞതുപോലെ തന്നെ 1 മാസവും 4 ദിവസം കൊണ്ട് 700-ലധികം ടാങ്ക് വെള്ളം അടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഒരു പരാതിയായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ഈ പരാതി അത് യഥാവിധി നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത ഈ വിതരണത്തിൽ വലിയ തോതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയാണ് ഈ പ്രവർത്തനങ്ങളുടെ കരാറുകാരൻ എന്നത് അഴിമതിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതായും സിപിഐഎം ആരോപിച്ചു. ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ ചോദിക്കാതെ വെള്ളം ഇത് കിട്ടിയ ആളോട് ചോദിക്കാണ്ട് നിങ്ങളുടെ വാർഡുകളിലൊക്കെ നിങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ ദിവസവും 2 ലോഡ് വെള്ളം നിങ്ങളുടെ വാർഡുകളിൽ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. വലിയൊരു തീവട്ടി കൊള്ളയാണ് നടന്നിട്ടുള്ളത്. ഇവർ പറയുന്ന ഈ 705 ലോഡ് വെള്ളം വിതരണം ചെയ്യണമെങ്കിൽ 3 വാഹനങ്ങളാണ് വെള്ളത്തിന് വേണ്ടി ഉപയോഗിച്ചത്. ഒരു വാഹനം 13 ലോഡ് ഒരു ദിവസം എടുത്താൽ മാത്രമേ 705 ലോഡ് വിതരണം ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ഒരിക്കലും മനുഷ്യന് മനസ്സിലാകുന്ന ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റാത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഹനം രാവിലെ മുതൽ രാത്രി 1 മണി വരെ വെള്ളം വിതരണം ചെയ്താൽ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് 5 ലോഡ് വെള്ളം മാത്രമാണ് വിതരണം ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം മുറിയൻകണ്ണിയിൽ നിന്ന് വെള്ളം എടുത്ത് ഒരു വീട്ടിൽ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കല്ല. 10ഉം 50ഉം കുടുംബങ്ങൾക്ക് ചെറിയ ബക്കറ്റിലും കുടങ്ങളിലൊക്കെ ആയി ഒഴിച്ചു കൊടുത്ത് തിരിച്ചു വന്ന് വീണ്ടും പോയി ഈ വെള്ളം ശേഖരിക്കണം. ഇങ്ങനെ 5 ലോഡ് മാത്രമാണ് ഒരു ദിവസം ഇവിടെ കൊടുക്കാൻ വേണ്ടി കഴിയുക. പക്ഷെ ഇവരുടെ കണക്ക് വെച്ച് 13 ലോഡെങ്കിലും ഒരു ദിവസം കൊടുത്താലേ ഇവരുടെ കണക്ക് ടാലി ആവുള്ളൂ. അപ്പൊ തീർത്തും ഇത് വലിയൊരു അഴിമതിയാണ് ഇതിൽ നടന്നിട്ടുള്ളത്. സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം ചന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാരായ AK വിനോദ്, ശ്രീവിദ്യ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ K രാമചന്ദ്രൻ, CP ബാലസുബ്രഹ്മണ്യൻ, P രാധാകൃഷ്ണൻ, ഷഹീർ അലി, EM നവാസ്, ഹംസ എന്നിവർ പങ്കെടുത്തു. CCN ചെത്തല്ലൂർ.